കർത്താവിന്റെ ശ്രദ്ധാനത്തായിരുവാൻ ദിവസത്തെയായി കർത്താവിന്റെ സഹായിക്കുന്നതിന്റെ പ്രകൃതിയായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാളുകളിൽ നമ്മുടെ ദിവസവുമായി വേണ്ടിയ ദൈവത്തിന്റെ എല്ലാ കരുതലിനായി കർത്താവ് നന്ദി പറയാം. കാലത്തിൽ സ്വാഭാവിക നമ്മുടെ തോന്നിക്കുമ്പോൾ കാലത്തിൽ വിശുദ്ധ ആരാധന ദൈവത്തിന് അനുഗ്രഹമായിരിക്കാൻ ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തോണം അനുഗ്രഹങ്ങൾക്ക് മൂലം പ്രാപിച്ച് ദൈവിക വിടുതൽ അനുഭവിച്ചറിയുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്തുതി പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട എന്നല്ല പകൽക്കാലത്തിനായി സ്തുതിക്ക് ആരാധനയ്ക്കായി ആലയങ്ങളെ കൂട്ടുവരുത്തിയ ദൈവത്തിന്റെ മഹാദേവിക്കായി സ്തോത്രം ചെയ്യുന്നു. പരിപാലനം സൂക്ഷിച്ചു മേഖലകളിലെല്ലാം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഇന്ന് ഒന്നാം ദിവസം വിശുദ്ധന്മാരുടെ ആരാധിക്കുന്ന ഞങ്ങൾക്കും ഈ പട്ടണത്തിന്റെ ആയതുകൊണ്ട് ആരാധിക്കുവാൻ ദൈവത്തിന്റെ സമയത്തിനായി കൂട്ടിവരുത്തിയ ദൈവത്തിനായി ദാസന്മാർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കൂട്ടായ്മകളെ ഹല്ലേലൂയ അനുഗ്രഹിക്കുന്ന ദൈവം, അവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ ആരാധനകൾ ആസ്വദിക്കുമാറാകണമേ. ശുശ്രൂഷകളെല്ലാം മാനിക്കണമേ. ആവശ്യമായ ശക്തി അഭിഷേകത്താൽ ഞങ്ങളെയും നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പകൽക്കാലത്തെ സന്നിധിയിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ചത് വിടുതലോടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. മനുഷ്യർക്കോ തന്നെ ആദ്യയോടെ നന്നായിക്കാട്ടുമാണ് മഹത്വമെങ്കിൽ ഈ ശുദ്ധാകരുടെ നാമം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവിലേക്ക് വന്ന് ദിവസം നാം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തരുന്ന ഈ നല്ല സമയത്തായി ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അമേൻ ഹല്ലേലൂയ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നമ്മെ നടത്തിയെടുക്കാനാവും. അമേൻ ഹല്ലേലൂയ. അതിനൊക്കെ ഉപരിയായി നമ്മുടെ പാപഭാരങ്ങളെയൊക്കെ ചുമന്ന് അമേൻ നമ്മളെ വീണ്ടിട്ട കർത്താവിന്റെ ശ്രേഷ്ഠത ധ്യാനിക്കുന്ന അമേൻ ഹല്ലേലൂയ മനോഹരമായ ഗാനം നമുക്ക് ചേർന്ന് പാടി ചെയ്ത് വാഴ്ത്താം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ തുടർന്നുള്ള പാട്ട് ധ്യാനത്തോടെ നമുക്ക് പാടി കർത്താവിനെ ആരാധനയെ സ്തുതിക്കാം.
Jaya
നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. Thank you, Lord, for preserving us, Lord, in our family. Lord, thank you for coming in our midst, Lord, hallelujah, and ending our worship service. Hallelujah, hallelujah. Thank you for moving your Holy Spirit amongst us. Thank you, hallelujah. Praise the Lord, thank God. There are many amongst us who are sick and weak, hallelujah. Lord, send thy word, Lord. Many amongst us have and come to this place, but many have come outside, Lord. Let thy happy mercies be upon them, Lord, hallelujah. We pray for our children, Lord, hallelujah. They have got some vacations, let them use those vacations in a useful manner, Lord, hallelujah. Let thy presence be with them, Lord, hallelujah. We pray for all the responsibilities and we take part, hallelujah. Once again, Lord, we might be having questions in our midst, Lord. We might be having
Hallelujah. Thank you for blessing the Sunday school. We are come and speak the memory words of God. Empower them, Lord. When we hear the word of God, when we hear the words from their mouth, Lord, let them change our hearts, Lord. Hallelujah. Lord, we ask the Lord when they grow up, those words should be like a grown-up man, Lord. Our fruits, Lord, Lord. We praise and thank you, Lord. Hallelujah. Praise the Lord. Praise the Lord. Once again, Lord, we come into thy presence, Lord. We summon the servant of God into thy hands, Lord. Hallelujah. Empower him, Lord, for the word which we hear, Lord, to change our hearts, Lord. Hallelujah. Lord, we also pray for wonderful testimonies, Lord, Father. One testimony should be helping the other testimony for the edification of the church, Lord. Hallelujah. Let that name be glorified in our church, Master. Praise the Lord. Once again, we summon all these things into thy hand. In Jesus' name we ask. Amen. നൂറാം സങ്കീർത്തനം Psalm 100 5 വാക്യങ്ങൾ മാത്രമുള്ള ഒരു സങ്കീർത്തനമാണ്. സോളോമോൻ ചേർന്ന് പാടി ഹല്ലേലൂയ സ്തോത്രം. Let us read together and give glory to God. Hallelujah. ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നൂറാം സങ്കീർത്തനം വായിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയെ ആരാധിക്കുവിൻ. സമസ്ത സഹോദരങ്ങളെ സ്തുതിക്കുവിൻ. സകലത്തോടും സ്തുതിക്കുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ. അവർ നമ്മെ ഉണ്ടാക്കി നാമമുള്ളവരാകുന്നു. അവന്റെ ജനവും ഉന്നയിക്കുന്ന ആളുകൾ തന്നെ അവരുടെ വിശ്വാസത്തോടും അവരുടെ പ്രാകാരങ്ങളുടെ സ്തുതിയോടുകൂടി വരുവിൻ. അവന്റെ സ്തോത്രം ചെയ്യുന്ന നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ. അവന്റെ ദൈവത്തിലേക്കുള്ളത് അവരുടെ വിശ്വസ്തത പരമപ്രഭുവായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടുള്ള യഹോവ നല്ലവനല്ലോ എന്ന് പറയുവാൻ Hallelujah. He said for us our good forever. As we stand in the presence of God and we come forward as a series of the English song. Hallelujah. Hallelujah. ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റി ദൈവത്തോട് ചേർന്ന് നമുക്ക് വീണ്ടും അല്പസമയം കൂടെ ദൈവത്തെ ആരാധിപ്പാനായ സമയത്തെ Hallelujah. Hallelujah. Praise God. Praise God. In Philippians chapter 4, verse 6, we see, do not be anxious about anything, but in every situation, by prayer and petition, with thanksgiving, present your requests to God. So here the Bible says that we're supposed to give thanks no matter what situation we are in. We often see a lot of difficult situations in our life. It can be with our job, it can be with our school, with our family life, even with our health problems or any financial problems. What God is saying over here is to give thanks no matter what. And once we give thanks, we see two things that are going to happen. One is the stress on what automatically goes away. We see that we are able to experience God's peace and righteousness when we give thanks. And secondly, we get deliverance from the problems that we are facing. The reason why we have that issues in our life is God wants us to be able to put God above those problems. And once we give thanks to God, no matter the situation we are in, we are actually giving thanks to Him and we are putting Him above all our problems. So I request all the viewers to sing this song, an old song, Give Thanks to the Grateful. Hallelujah. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ.
നന്ദി പറയാം. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ മാസത്തിലെ ഒന്നാം ദിനം ഈ ഞായറാഴ്ച മുതൽക്കാലം ദൈവത്തിൽ കൂടി ഒരു വട്ടത്താമെ സഹായിച്ചല്ലോ. ദൈവത്തിന് 5 മാസങ്ങളാണ് കടന്നുപോയി. പരിപാടി ദൈവത്തെ കുറിക്കാൻ നന്ദിയുള്ള ഹൃദയത്തോടെ keeping us safe in His presence for the last 5 months of this year, and we could enter into a new month, and the first day of that month, we are in the presence of God. Let us raise our voice and give thanks to His holy name. Hallelujah! He has preserved us, He has kept us safe. Hallelujah! He has preserved us for His glory. Hallelujah! This morning, let us praise His holy name. In the book of Proverbs, ദിവസത്തിൽ കാത്തു പരിപാലിച്ച കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ ദയക്കായി ദൈവത്തിന്റെ നന്ദിമായ വാക്കുകൾ നമ്മെ ദൈവത്തിൽ കൂട്ടിവരുത്തുക. They given us a God to be your presence, Lord. And you are helping us to enter into a new month of this year. As we are standing in your presence, Lord, we thank you, Lord, for leading us thus far and all the days of your life. Thank you, Lord, for the provision. Thank you, Lord, for preserving us. Thank you, Lord, for keeping us safe. We give thanks unto your holy name. Hallelujah. We thank you, Lord, for your blessings in our life. We thank you, Lord, for the deliverance. We thank you, Lord, for the glory of your salvation in our lives, O Master. Hallelujah. We thank you, Lord, for our Lord Jesus Christ. Was loved as a person and lasting love. This morning, as we are in your presence, we pray that your grace will be with us. Lord, we thank you, Lord, for the mighty hands. Thank you, Lord, for hearing your prayers. In Jesus' mighty name we pray. Please be seated. Hallelujah. Praise the Lord. In the book of God, there was a lie. All people were overcome with this study. കർത്താവിന്റെ സ്വാധീനം നമ്മുടെ മധ്യേ ഇന്ന് അനുഭവിച്ചറിയുവാൻ കർത്താവിന്റെ ആത്മകൃപയായി ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ച സങ്കീർത്തനം. It is a Thanksgiving psalm, a psalm of thanksgiving. Hallelujah. Praise God. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനത്തിന് ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ ഹല്ലേലൂയ എപ്പോഴും കാരണമുണ്ട്. Hallelujah. We have great reason to give thanks in His holy name because our God has preserved us. The Lord has kept us. Hallelujah. Hallelujah. നമ്മെ കാത്തുപരിപാലിച്ച ദൈവം, നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, ദൈവത്തിന്റെ കരുതൽ ദിനപ്രതി അനുഭവിച്ചറിയുന്ന ദൈവം, അത് ഏറ്റുപറയുന്ന ദൈവം. It is not only that God is keeping us safe for His mighty wings. We acknowledge that in our lives. Hallelujah. And we receive blessing from our Lord. Hallelujah. We praise God for He has made us. Hallelujah. Praise God. We are manufactured by God. നമ്മെ ഉണ്ടാക്കി. Praise God. നമ്മളെല്ലോ ഇന്ന് പൊട്ടി വീണതല്ല, നമ്മെ നിർമ്മിച്ച ദൈവം. കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ നിർമ്മിച്ച നമ്മുടെ നിർമ്മലാവായിരിക്കുന്ന സൃഷ്ടികർത്താവായിരിക്കുന്ന സൃഷ്ടാവാം ദൈവത്തിന്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ. Praise the Lord. നമ്മുടെ മാതാപിതാക്കളെക്കാളും ശക്തമായി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹല്ലേലൂയ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ പദ്ധതി അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കാം. ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സ്വന്തം whatever things happen in our life, even though we think that, oh, I am broken, I am beyond prepared, another situation, okay, there is a creator who has made us by His marvelous acts. Hallelujah. So let us come to the presence of God with thanksgiving, with a heart full of gratitude, with this assurance that our God can mold us and make us. Hallelujah. Chadane oda udikathu ogina thiriye എടുക്കാതെ. Hallelujah. Praise the Lord. കർത്താവിനെ മാത്രമാണ് വീണ്ടും ഉദ്ധരിപ്പാൻ കഴിയുന്നത് പൂർണ്ണമായി. Praise the Lord. Hallelujah. മനുഷ്യരുടെ ഇടപെടലുകൾക്കൊക്കെ പലപ്പോഴും പുതുക്കങ്ങൾ സംഭവിക്കാൻ ഇടയായിത്തീരും. എന്നാൽ ദൈവം ഉദ്ധരിച്ച God restores us. God repairs us. If God mend our ways, hallelujah, His hand will go through our lives. കർത്താവിന്റെ കരം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ hallelujah, അത് വലിയ വിടുതലായിത്തീരും, വലിയ സന്തോഷമായിത്തീരും, വലിയ അനുഗ്രഹമായിത്തീരും. hallelujah. മാത്രമല്ല, അവൻ നിർമ്മിച്ചത് മാത്രമല്ല, നാം അവന്റെ കൈക്കിലെ ആടികളാണ്. hallelujah. നിർമ്മിച്ച് നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, സ്വന്തം കൈ കൊണ്ട് നമ്മെ വീണ്ടും പരിപാലിക്കുന്നു. A God who creates, a God who preserves, a God who sustains. Hallelujah. Praise the Lord. ആ ദൈവത്തിന്റെ സ്നേഹം ഇത് പകൽക്കാലം അനുഭവിച്ചറിയുവാൻ നമുക്ക് ഇടയാക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആ ദൈവസ്നേഹം അനുഭവിക്കുമ്പോൾ they enter His gates with thanksgiving. Hallelujah. And His courts with praise. Give thanks to Him. Bless His name. Hallelujah. For our Lord is good. Hallelujah.
even though things are not favorable many times according to our situations, but we can always say our God is good. Hallelujah. We say our God is good all the time, and all the time our God is good. Hallelujah. There is not time that we can say that our God is not good to us. അങ്ങനെ സമയമേ ഇല്ല. നമ്മുടെ കർത്താവ് നമുക്ക് നല്ലവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആരാധന യേശു നല്ലവൻ. ഇത് പറയുവാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടിയൊക്കെ നമ്മെ തേടി ഇനി വരുവാനുണ്ട്. വിടുതലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ ഈ പ്രാപിപ്പാറുണ്ട്. ആശങ്കയും യുദ്ധത്തേച്ചിട്ടല്ല യഹൂദാഗോത്രം മന്ദിരയിലേക്ക് വരുന്നത്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സ്തുതിയോടെ ആരംഭിക്കുന്നത്. അവർക്ക് പരാജയം സംഭവിക്കുകയില്ല. മുന്നോട്ടുള്ള പരാജയ ഭീതിയും പ്രതികൂലങ്ങളും ഒക്കെയാണെങ്കിലും സ്തുതി മുമ്പിൽ പോകണം. ആരാധനയെ കുറവില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ശത്രുക്കളുടെ ആരാധന തടസ്സപ്പെടുത്തുവാൻ നാം ദൈവത്തോട് അടുക്കുന്നത് തടസ്സപ്പെടുത്തുവാൻ പ്രശ്നങ്ങൾ വലുപ്പമാക്കി വലുതാക്കി കാണിച്ച് നാം ദൈവങ്ങളുടെ ബന്ധത്തെ ഉലയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥമായ ദൈവിക നമ്മൾ അനുഭവിച്ചത് ദൈവമില്ല. ഈ ശബ്ദപ്രകാരം ഈ സ്തോത്ര സങ്കീർത്തനത്തിൽ പറയുന്നതുപോലെ കർത്താവിന്റെ പ്രാകാരങ്ങളിൽ അവിടുത്തെ വാതിൽക്ക് എന്ന് പറഞ്ഞാൽ അവസാനം വരുമ്പോൾ തീരാറായി വീട്ടിൽ പോകാൻ സന്തോഷമല്ല. ആരാധനയ്ക്ക് വരുമ്പോൾ തന്നെ ആദ്യത്തെ പാട്ടിനെക്കാളും സ്ട്രോങ് ആയിരുന്നു. അവസാനം പാടി സ്ട്രോങ് കുറച്ചാൾ ശേഷം വന്ന സമയത്ത് കഴിഞ്ഞാൽ അങ്ങനെ ആരും ആദ്യത്തെ പ്രാർത്ഥനയും അവസാനത്തെ പാട്ടും എല്ലാം ശക്തമായി അതിന്റെ വാതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു വലിയ ഉന്മേഷം ഉണ്ടായിരുന്നു. നമ്മുടെ ദൈവസഭയുടെ ഇംഗ്ലീഷിലൊക്കെ വെൽക്കം ചെയ്യാൻ അങ്ങനെ വോൾട്ടേഴ്സായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകൾ എത്ര ഫോർമാലിറ്റീസ് എങ്കിലും ഈ ആലയത്തിന്റെ വാതിൽ വരുമ്പോൾ തന്നെ ദൈവത്തെ കാണുമ്പോൾ തന്നെ ദൈവത്തോടുള്ള സന്തോഷം ദൈവസാന്നിധ്യം അപ്പുറമായി ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഞാൻ ആയിരിക്കുന്ന ഒരു വലിയ വാർത്ത തന്നെ ഒരു വിടുതലായി അനുഭവിക്കണം. പരിഹാരമുണ്ട്, ആശ്വസിപ്പിക്കാൻ വാക്കുകളൊക്കെ ഉപയോഗിക്കും. അതൊക്കെ മനുഷ്യരുടെ സഹജമായ കാര്യങ്ങളാണ്. യഥാർത്ഥമായ വിടുതല് ദൈവത്തിന്റെ സന്നിധി ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ നമുക്കുണ്ട്. ഒരിക്കലും വിടുതൽ ദൂരത്തല്ല, വിടുതൽ മറ്റൊരു ഭാഗത്തല്ല, വിടുതൽ മറ്റൊരു ഫലത്തിലല്ല, വിടുതല് ദൈവത്തിന്റെ സന്നിധിയിൽ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ
കുഞ്ഞുങ്ങളെ പാടിയ പാട്ടുകൾ തന്നെ പറയുന്നത് give thanks, hallelujah, give thanks with a grateful heart. Praise the Lord, hallelujah. Attitude of gratitude is the most precious thing in our life. Anytime you are complaining, hallelujah, anytime you are not satisfied, പലപ്പോഴും നമുക്ക് പരാതി പറയുന്നില്ല, പലപ്പോഴും നമുക്ക് തൃപ്തി വരാറില്ല, പലപ്പോഴും പലത് നോക്കുമ്പോൾ നമുക്ക് hallelujah, praise the Lord, പരാതികളും ഒക്കെ ഉള്ളപ്പോൾ ദൈവസന്നിധിയിലെ സന്തോഷം നമ്മുടെ ബലമായി മാറിയിട്ട് ഇതുപോലെ ഹൃദയംഗമായ ദൈവത്തെ സ്തുതിപ്പാൻ, ഹല്ലേലൂയ, നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാൻ, ആ നന്ദിയുള്ള ഹൃദയം നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ, ആ സന്തോഷം നമ്മെ ഹല്ലേലൂയ വലിയ പ്രത്യാശയിലേക്ക് നയിക്കാൻ, ഹല്ലേലൂയ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇതുപോലെ നിലനിൽക്കുന്നു. ഹല്ലേലൂയ, സ്നേഹം സ്നേഹിക്കാനുള്ള ഹൃദയം, സന്തോഷിക്കാനുള്ള ഹൃദയം, ദൈവത്തെ സ്തുതിക്കാനുള്ള ഹൃദയം, ദൈവവുമായുള്ള ബന്ധം ഹല്ലേലൂയ നേരെയാക്കുന്ന ഒരു പ്രത്യേക ആത്മീയ അനുഭവം ദൈവത്തിന് നൽകി തരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യഹോവ നല്ലവനാണ്. ഹല്ലേലൂയ. ഇതുപോലെ കാലത്തേക്ക് പറയാം, ഓ ലോർഡ് യു ആർ ഗുഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം പറയാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ സ്തുതി സ്തോത്രയാളോട് സ്നേഹിക്കണമെന്നായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നല്ലവനാണ്. നിങ്ങൾക്ക് സങ്കേതമാ, ബലമാ, അവിടുത്തെ സ്നേഹം തലമുറയോളം എന്നേക്കുമുള്ളതാണ്. ഇതിന്റെ വിശ്വസ്ത തലമുറയായിട്ടുള്ളതാണ്. Your faithfulness is so great in our lives. And we thank you, Lord, for that. Thank you, Lord, for your faithfulness. അവിടെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറയും. ഒരു കാലത്തിനായി അവിടുത്തെ വചനത്തിനായി, സ്നേഹത്തിനായി നിമിഷങ്ങളെ ആരാധനയോട് അനുഗ്രഹമാക്കണമേ. മാനമഹത്വത്തിലേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്വതന്ത്രപ്രാർത്ഥനയാൽ നമ്മുടെ കൈകളിൽ ദൈവത്തെ സ്തുതിക്കാം. We will come forward right now for the memory verses. കുഞ്ഞുങ്ങൾ വേഗം for your memory verses. I tell you the truth, you can say to this mountain, may you be lifted up and thrown into the sea. But you must really believe it will happen and have no doubt in your heart. I tell you, you can pray for anything. And if you believe that you received it, it will be yours. Mark 11, verses 23 to 24. Amen. Through all the generations you have been our home. Psalms 90 verses 1. Amen. Praise God. Jesus. Psalms 23 1 and 2. The Lord is my shepherd, I shall not be want. He makes me lie down in green pastures. He leads me beside quiet waters. Romans 12, verses 1 and 2. Therefore I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true proper worship. Do not conform to the pattern of this world, but be transformed by the renewing of your mind. Psalms 121 verse 1 and 2. I will lift up my eyes to the mountains. Where does my hope come from? My hope comes from the Lord, the maker of heaven and earth. Praise God. Hallelujah. They said, believe in the Lord of Jesus. And Hallelujah. Praise God. and you will be And you will be saved. you and your family.
Praise ye the Lord. Give thanks to the Lord for he is good, and his love endures forever. Psalm 118, 28-29. Be strong and of good courage. Do not be afraid, nor be dismayed, for the Lord your God is with you wherever you go. Joshua 1:9. Amen. Psalm 91, verses 1-4. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from the fowler's snare and from the deadly pestilence. He will cover you with His feathers, and from His wings you will find rest. The fear of the Lord is wisdom, and the knowledge of the Holy One is understanding. For by me your days will be multiplied, and years of life will be added to you. Proverbs 9, verse 10 and 11. Amen. Mark 11, verses 22-24. Have faith in God, Jesus answered. Truly I tell you, if anyone says to this mountain, go throw yourself into the sea, and does not doubt in their heart, and believes what they say will happen, it will be done for them. Therefore I tell you, whatever you say, ask in prayer, believe you have received it, and it will be yours. Psalm 91, verses 7-8. 1,000 may fall at your side, and 10,000 at your right hand, but it shall not come near you. Only with your eyes shall you look and see the reward of the wicked. A backslider in heart will be filled with his own ways, but a good man will be satisfied from above. A simple man believes every word, but a prudent man considers well his steps. A wise man fears and departs from evil, but a foolish man stays and rages. Proverbs 14, verses 14-17.
ദൈവവചനം നമുക്ക് ഒരു വേദഭാവം വായിച്ച് ഇതുപോലെ പരിശുദ്ധനാവ് ചിന്തകൾ ദൈവസ്ഥലത്ത് ഓർമ്മിക്കുവാൻ സാധിക്കുന്നു. അതിനാധാരമായി വേദഭാഗം വായിക്കാം. First Thessalonians, 1 Thessalonians ലേഖനം 5-ാം അധ്യായം. Let us turn our eyes to the verses 1 Thessalonians 5:16-18. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. Rejoice always, pray without ceasing, and everything give thanks, for this is the will of God in Christ Jesus for you. Praise God. Hallelujah. ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വേദഭാഗമാണിത്. സ്തോത്രം. I thank God for the verses of God. We all know these verses by heart. Praise God. Hallelujah. ഈ ദൈവത്തെ ആസ്പദമാക്കി the will of God in our life. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ be joyful. എപ്പോഴും സന്തോഷിപ്പിക്കുക, സന്തോഷമുള്ളവരായിരിക്കുക, പ്രാർത്ഥന നിർഭരമായ ജീവിതം നയിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ഈ 3 ചിന്തകൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലുള്ളതിനെ കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു. These 3 verses emphasizes on rejoicing evermore, praying without ceasing, and be grateful to God for all things God has done. Praise God. Hallelujah. The command to rejoice always. ദൈവത്തിൽ സന്തോഷിക്കുക എന്നുള്ള ഒരു കൽപ്പന, അതൊരു അഭിപ്രായ പ്രകടനമല്ല. It is a command that we can see here. We can see that to rejoice in the presence of God is not just an opinion, it's a commandment by God. ദൈവത്തിന്റെ കൽപ്പനയാണ് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം എന്നുള്ളത്. അതിനുള്ള കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ആധികാരികമായി ഒരു കൽപ്പനയായിട്ട് പറയുന്നത്. Always be joyful is a commandment by God, because God has arranged situation for us to be joyful. പക്ഷേ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ, സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ അത് പലപ്പോഴും അത്ര നമുക്ക് ബുദ്ധിക്ക് നിരക്കുന്നതല്ല. When we think about a life with challenges, and in those situations to thank God and praise God, considering the human mind or human brain, it is incomprehensible. Praise the Lord. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നത്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. In John 15:11 it says, I have told you this so that my joy may be in you and that your joy may be complete. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് സന്തോഷിക്കാൻ പറയുന്നത് ലോകത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയല്ല, ഭൗതികമായ നന്മ നൽകിയിട്ട് അതിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്. കർത്താവ് പറയുന്നത് യഥാർത്ഥ സന്തോഷം നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവിക സന്തോഷം നമ്മിൽ പൂർണ്ണമാക്കണം, നിലനിൽക്കണം. God wants us to enjoy in Him, to get the joy, to deliver the joy from Him, and be enjoying those blessings of God. ദൈവത്തെ സന്തോഷിക്കാൻ കഴിയുന്ന അനുഭവം, ആ സന്തോഷത്തിന്റെ അടിസ്ഥാനം തന്നെ
ദൈവവുമായ ഒരു ബന്ധം. For us to rejoice in the presence of God, the foundation of that joy is the relationship with our relationship with God. ദൈവവുമായ ബന്ധത്തിന് ഒളിച്ചു സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ എല്ലാം ബാധിക്കുകയാണ്. If there is a differences in the relationship with God, many aspects of our life will be changed. ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം വിശുദ്ധിയാണ്. Well, the relationship with God is holiness. The basic foundation of relationship with God is holiness. വിശുദ്ധി ഭയങ്കരമായ ദൈവത്തെ വിശുദ്ധി ഇല്ലാതെ ദൈവവുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയില്ല. We cannot relate with God who is great in holiness. We cannot do it without holiness in our life. ദൈവം ആത്മാവാണെന്ന് നമുക്കറിയാം. We know that God is spirit. ആ ആത്മാവായ ദൈവത്തോട് നമ്മുടെ ആത്മാവിനെ ബന്ധപ്പെടാൻ കഴിയും. Our spirit cannot connect with the God spirit if we are not holy. നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവുമായി ബന്ധപ്പെടണമെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ കണ്ടീഷൻ വിശുദ്ധിയാണ്. Our spirit or our soul to be connected with God's spirit, the important criteria is holiness. ദൈവത്തിന്റെ ആത്മാവിനെ ഹോളി സ്പിരിറ്റ് എന്നാണ്. We call the spirit of God as Holy Spirit. പരിശുദ്ധാത്മാവ്. It is the Holy Spirit. പരിശുദ്ധാത്മാവുമായി നമ്മുടെ ആത്മാവിനെ ബന്ധപ്പെടണമെങ്കിൽ നമ്മൾ വിശുദ്ധിയുടെ ഒരു നിറവ് നമുക്ക് ലഭ്യമായിരിക്കണം. ഈ ജഡത്തിൽ വസിക്കുമ്പോഴും ആ വിശുദ്ധിയുടെ നിറവ് ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്നു. When we are living in this fleshly body, God is desiring from us that we should be having a fullness of holiness to connect with the Holy Spirit of God. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം ചിന്തിച്ച് നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ മതിൽപണിയൊക്കെ തീർന്ന് വലിയ ദൈവപ്രവൃത്തിയോടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ സന്തോഷത്തെക്കുറിച്ച് നെഹമ്യാവ് ഒരു വാക്യം. There is a verse in Nehemiah 8:10 when their work was completed regarding their joyfulness, Nehemiah is speaking likewise. അനന്തരം അവരോട് നിങ്ങൾ ചെന്ന് മൃഷ്ടാന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തായിരിക്കും. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്. വിശുദ്ധിയെ സൗഹൃദം തമ്മിൽ ചേർത്ത് പറയുന്ന വാക്യമാണ്. This is a verse which is connecting, it is giving a relation between the grievance and joy. It's Nehemiah said, go and enjoy the choice food and sweet drinks, and send some of those who have nothing prepared. This day is holy to our Lord. Do not grieve, for the joy of the Lord is your strength. വിശുദ്ധിയെയും സന്തോഷത്തെയും തമ്മിൽ പ്രാർത്ഥന മനുഷ്യനായ നെഹമ്യാവ്, കർമ്മനിരതനായ നെഹമ്യാവ് ബന്ധിപ്പിക്കുന്ന യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാണ്. The prayer warrior Nehemiah is connecting between സന്തോഷിക്കാൻ കഴിയും. എപ്പോഴും സന്തോഷില്ല. സന്തോഷമൊക്കെ നമുക്കുണ്ട്. ചില സമയത്തൊക്കെ സന്തോഷം. ഈ സന്തോഷം പലപ്പോഴും മാനുഷികമായ സന്തോഷം പലപ്പോഴും ആപേക്ഷികമാണ്. It is relative. But many times we are able to enjoy in the presence of God, but many times we are not. Our joy in the presence of God is sometimes relative, most of the time. ആപേക്ഷികം പറയാൻ കാര്യം നമുക്കറിയാം. ഇപ്പം $1000 ചെക്ക് എഴുതി If I write $1,000 check and give to Benaiah, he will tear it up and throw it away. So give to Lijo and see. There's a difference. അതേസമയം നമുക്കറിയാം അപ്പച്ചന്മാർ പ്രായമുള്ളവർക്ക് ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുകയല്ല. ഷുഗർ നമുക്ക് ഐസ്ക്രീം കണ്ട ഒരു സന്തോഷം വരുന്നത് എന്താ ആണെന്നോ നല്ലതാ. പക്ഷെ കൊച്ചിലേറെ ഐസ്ക്രീം കൊടുത്ത് എന്താ മോഹമാണ് പ്രകാശം. So when we consider our elders, if we give ice cream to them, they just can't look into it because of the blood pressure and sugar. They cannot eat it. But give the same to our children, their face will be lit up. കാരണം സന്തോഷം പലപ്പോഴും മാനുഷികമാണ്, ആപേക്ഷികമാണ്. ഒരുപാട് ഘടകങ്ങൾ. The human joy is always relative. There are different stages. പക്ഷേ ദൈവസന്നിധിയിലെ സന്തോഷത്തിന് പ്രത്യേകത. But there is a speciality in the presence of God. എപ്പോഴും സന്തോഷിപ്പിക്കുന്നതിന്റെ മർമ്മമാണ്. We are coming to the secret or mystery of always be cheerful, always be joyful. നമ്മളെപ്പോഴും ഈ താൽക്കാലികമായ സന്തോഷം, ടെമ്പററി ഹാപ്പിനെസിന്റെ നിന്നും അതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ആഴമേറിയ സ്ഥായിയായ സമാധാനം, സന്തോഷം, നമ്മുടെ വ്യത്യാസം നമ്മൾ We must be able to understand the difference between the temporary joy and the eternal joy which comes from the presence of God. Explore the difference between temporary happiness. നമുക്ക് എപ്പോഴും പലപ്പോഴും പെട്ടെന്ന് വരുന്ന സന്തോഷമുണ്ട്, അത് പലപ്പോഴും നമ്മൾ അത് എന്നാൽ സ്ഥിരമായി ഏത് കാറ്റിൽ പോലും പ്രതികൂലം വന്നാലും
ആരെതിരെ വന്നാലും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അവിടെ സ്ഥിരമായി ദൈവം നൽകിയിരിക്കുന്ന ദൈവസ്ഥല സന്തോഷം നമ്മുടെ ബലമെന്ന് പറയുന്ന ആ വാക്യത്തിന്റെ ആഴം, അത് നമ്മുടെ വ്യത്യാസം നാം മനസ്സിലാക്കും. We should be able to explore the difference between temporary happiness and the joy that comes from the God which is deeper and abiding peace. Praise the Lord. Praise be to God. ഇത് നമ്മൾ പലപ്പോഴും ഓവർലാപ്പ് ചെയ്യുന്ന ഓർമ്മ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ദൈവസത്തിലെ സന്തോഷവും ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും പിന്നെ ഈ ലോകത്തിന്റെ കാര്യങ്ങളിലൊക്കെ കണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു തുന്തലിപ്പ്, അത് തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും ആത്മീയത്തെ തിരിച്ചറിയാൻ കഴിയാത്തതാണ്, എപ്പോഴും സന്തോഷിക്കാൻ കഴിയാത്തതിന്റെ കാരണം. The reason why we are not able to rejoice always is because we confuse the temporary happiness from the world with that of the God, with that which God is giving us. ആത്മാവിന്റെ ഫലത്തിനകത്ത് സന്തോഷം എന്നുള്ളത് ആത്മാവിന്റെ ഫലമായി അത് നമ്മുടെ തെരഞ്ഞെടുപ്പ്, നാം ചൂസ് ചെയ്തതല്ല, പക്ഷേ അത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. സാഹചര്യങ്ങൾക്ക് അതീതമായി നമ്മിൽ ദൈവത്തിന് പ്രതിഫലം നൽകുന്ന ഒരു അത്ഭുതമാണ് സന്തോഷം. The joy is a great miracle which is one of the fruit of spirit, and it is a choice which we make to focus on God, not our circumstance. നമ്മുടെ സാഹചര്യമല്ലല്ലോ, it is not our circumstance. നമ്മുടെ സാഹചര്യം പലപ്പോഴും നമ്മൾ അത് നോക്കിയാൽ, സാഹചര്യം മനുഷ്യരുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒക്കെ നോക്കിയാൽ പലപ്പോഴും സ്ഥായിയായ സന്തോഷം നമ്മൾ വരുവാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മുടെ പുറത്തു അകത്തോടുള്ള സന്തോഷമാണ് നമ്മൾ പലപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ടെൻഡൻസിയാണ്. Our tendency as a human being is that we experience the joy from outside to inside. പുറത്തുള്ള സന്തോഷത്തിന് കുഴപ്പമുണ്ട്. പുറത്തെ സാഹചര്യം നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ സന്തോഷം നമ്മിലേക്ക് വരുവാൻ കഴിയത്തില്ല. ആ പാലം അവിടെ തകർക്കപ്പെടുകയാണ്. There is a disadvantage of the joy which is external. That external, if those external circumstances are not towards us, for us, is favorable for us, we will not be able to enjoy the joy of God. ആത്മാവിന്റെ ഫലത്തിൽ വരുന്ന സന്തോഷം. But when we are talking about joy, which is a fruit of spirit, അത് പുറത്തുനിന്ന് വരുന്നത്. It is not coming from external. പുറത്തേക്ക് പോകാൻ കഴിയും, പക്ഷെ പുറത്തുനിന്ന് വരുന്നത്. It is going, it can go outside, but it cannot go. അത് അകത്തുനിന്ന് വന്ന് പുറത്തേക്ക് വരുന്നതാണ്. It comes from within and goes outside. അതുകൊണ്ടാണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. That's why it is called as the fruit. അത് ശരീരത്തിന്റെ ഫലമല്ല. It is not the fruit. അത് ഭൗതികമായ എന്തെങ്കിലും ഫലമല്ലത്. It is not the holy fruit. അത് ആത്മാവിന്റെ ഫലമായി അകത്തുനിന്ന് വരുന്നവയാണ്. അതിന്റെ ഉറവിടം ദൈവമാണ്. ഹല്ലേലൂയ. It is the joy, it is the fruit of the spirit which should come from within and should be going to outwards. പുറത്തെ പ്രതികൂലങ്ങൾക്കോ ചെങ്കടലിലോ ഇളക്കാനോ മറ്റേതെങ്കിലും പ്രതികൂലമായ മലയ്ക്കോ പർവ്വതത്തിനോ രോഗത്തിനോ ഒന്നും ആ സന്തോഷത്തെ കെടുത്തുവാൻ കഴിയത്തില്ല. That joy cannot be stopped by the challenges which we face outside, whether it's storm or sickness or weakness, that cannot be stopped. ശത്രു എത്രമാത്രം പ്രതികൂലങ്ങൾ നമുക്കെതിരെ കൊണ്ടുവന്നാലും ഹല്ലേലൂയ സ്തോത്രം, അത് നമുക്ക് ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം. ഫിലിപ്പിയരുടെ പുസ്തകം അവലോകനം ഫിലിപ്പിയരുടെ 4-ാം അധ്യായം 4-ാം വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. Enemy can bring problems to us, but as we read in Philippians 4:4, it says, "Rejoice in the Lord always." I will say it again, rejoice. Praise the Lord. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സന്തോഷിക്കാൻ പ്രസംഗിക്കുന്ന എനിക്കും പലപ്പോഴും പല കാര്യങ്ങളും സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ വരും ലോകപരമായി. എന്നാൽ ദൈവത്തിൽ ഉള്ള സന്തോഷം, അത് ഈ കർത്താവായ യേശു പറഞ്ഞു, ലോകത്തിന് നൽകുവാനോ എടുക്കുവാനോ കഴിയാത്ത സമാധാനം. So I who is preaching about the joy, many times I also face difficulties, but when we read the word of God, our Jesus is saying that I am going to give you the peace which cannot be taken out by the world. Praise the Lord. Hallelujah. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ എവിടെയും കാണുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്ന മറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. Similarly, the word of God, Romans 5:3-5, it says that suffering produces perseverance, perseverance character, and character hope, and hope does not put us to shame, because God's love has been poured out into our hearts through the Holy Spirit who has been given to us. Praise the Lord. ഈ സന്തോഷം നമ്മെ നയിക്കുന്നത് അടുത്ത പടിയിലേക്കാണ്. പറയുന്നു, എപ്പോഴും സന്തോഷിക്കുന്നവരുടെ അടുത്ത് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക. Now we are going to the next level after saying that always be joyful, and it says that pray without ceasing. Praise the Lord. Prayerful, a prayerful life. പ്രാർത്ഥനാപൂർവമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് സ്വന്തം ദൈവത്തോടുള്ള ആ ബന്ധം, ആ സന്തോഷം.
how we can lead a prayerful life is a relationship, our relationship with God. നാം പ്രാർത്ഥന എപ്പോഴും ഇടപെടാതെ ഇടപെടാതെ പറഞ്ഞാൽ ഇടതോർന്ന് പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാർത്ഥന. അതിനെക്കുറിച്ചുള്ള അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് സ്വന്തം ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ആ ഒരു സ്വന്തം സ്ഥിരതയാണ് അവിടെ നാം കാണുന്നത്. What we understand by the pray continually phrase is that our relationship, our strong foundation with God and that relationship with God. A prayerful awareness, constant relationship with God. A constant relationship with God with a prayerful awareness. എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധത്തിന് ഒരു സ്ഥിരത വേണം. അത് നമ്മെ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത്. The constant relationship with God can only be established through prayerfulness. വിശുദ്ധിയെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ വിശുദ്ധി അത് ഒരു മാനദണ്ഡമാണ്. ക്രൈറ്റീരിയ അത് വളരെ വ്യക്തമായ മാനദണ്ഡം നാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ വിശുദ്ധിയിലൂടെ നാം നിൽക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട് സ്തോത്രം. പഴയ നിയമത്തില് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായെന്ന് പറയുന്നു. ആ ബന്ധത്തിന്റെ ആഴം ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് പലപ്പോഴും പ്രാർത്ഥനാ ജീവിതത്തിൽ മാത്രം അസാധ്യമാണ്. So with a prayerful life, we can get closer to God, and that closeness can give that the depth with the God. That is what has happened with Enoch, who has been walking with God in holiness. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി, ഒരു ഹാബിറ്റ് ആക്കി, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാക്കി, സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു സ്വഭാവമാക്കി നാം മാറ്റണം. ഹല്ലേലൂയ. പ്രതികൂലം വരുമ്പോഴും ആവശ്യമുള്ളപ്പോഴും മാത്രമാണ് ദൈവത്തോട് പ്രാർത്ഥന ബന്ധപ്പെടുന്നത്. We should be able to make prayer a habit in our life, not just during the times of crisis. Praise God. Hallelujah. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ ദിവസത്തിൽ പോകുമ്പോൾ നമുക്ക് വിഷയങ്ങൾ വേണം പ്രാർത്ഥിക്കാൻ. Many times we go into the presence of God, we need various topics to pray for. Praise the Lord. Hallelujah. നമുക്കറിയാം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കും, ദൂരത്തായിരിക്കുമ്പോൾ ഫോണിൽ കൂടെ സംസാരിക്കും. നമ്മള് മറ്റുള്ളവരെ വിളിച്ച് സംസാരിക്കുന്ന എന്തെങ്കിലും വിഷയം വരുമ്പോൾ ആവശ്യമില്ല. പക്ഷെ മാതാപിതാക്കൾ നിങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു വിഷയത്തിലും വിളിച്ച് സംസാരിക്കുന്നു. പിന്നെ നമ്മൾ ദിനംപ്രതി ഡെയിലി ഫോൺ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ആരാണ്? അതിന് വാർത്ത പറയാനല്ല വിളിക്കുന്നത്. അവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് വിളിക്കുന്നതല്ല, ബന്ധം അത്ര ദൃഢമായവരെ എല്ലാ ദിവസവും നമ്മൾ വിളിച്ചു. When we have a close relationship with certain people, we call them every day, like parents and children, you know. And when we are not that close, we just need certain topics or certain news to discuss. That's all. എന്ന് പറയുന്നത് പോലെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എനിക്ക് പോകാൻ വിഷയത്തിന് ആവശ്യമില്ല. എന്റെ അപ്പനാണ്, എപ്പോൾ വേണമെങ്കിലും ദൈവസന്നിധിയിലേക്ക് എനിക്ക് പോകാൻ കഴിയും. I don't need any reason to go to the presence of God and call up to Him because He's my Father. Praise the Lord. നമുക്കൊരു ഔപചാരിക ആവശ്യമില്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. We don't need a formality to pray in the presence of God. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. When prayer is considered as a vital connection with God. At the same time, അതേപോലെ തന്നെ ശത്രുവിനെതിരെ ഒരു വലിയ പരിചയാണ്. It's a shield against evil. അത് മാത്രമല്ല, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളുടെ ജഡത്തിനും ലോകത്തിനും പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ശക്തിയുടെ നടത്തിപ്പിന്റെ സ്രോതസ്സാണ് പ്രാർത്ഥന. It is also a source of strength and guidance against the evil powers. പ്രാർത്ഥന പറഞ്ഞ പ്രതികൂലം വന്നിട്ട് പ്രാർത്ഥിക്കുകയല്ല, നാളെ ഒരു പ്രതികൂലം വരുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് സുസജ്ജമായി നിൽക്കുന്ന അനുഭവമാണ് പ്രാർത്ഥനയോട് വന്നിട്ടുള്ളത്. We should be able to get strength from God even before the enemy strikes us. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയില്ലേ, സാക്ഷ്യം പറയും. ദൈവമേ, വലിയ പ്രശ്നമായിരുന്നു, വലിയ പ്രതികൂലമായിരുന്നു, നിനക്കാത്ത നേരത്ത് ആപത്ത് വന്നു, ദൈവം എന്നെ വിടുവിച്ചു. We always stand in the presence of God and give testimony that God has delivered me during the untoward times and instances. കേരളത്തിലൊക്കെ ഞാൻ ദൈവസഭായോഗത്തിന് ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ സാക്ഷ്യത്തിന് മുതൽ പലപ്പോഴും ദൈവം ചെയ്ത വിടുതലുകളുടെ അറ്റ്ലീസ്റ്റ് 10 പേരെങ്കിലും ദൈവം ആ ആഴ്ച അവരുടെ ചെയ്ത അത്ഭുതകരമായ വിടുതൽ, അപകടത്തിൽ നാമത്തിൽ ലോകത്തിൽ നിന്ന് പ്രതികൂലങ്ങളിൽ നിന്ന് മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ ഉള്ള വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുവാൻ പലപ്പോഴും ഇടയായി. When I used to serve in Kerala, at least 10 people used to stand up and tell about the deliverance which God has done in their life. Praise the Lord. പ്രിയമുള്ളവരെ, പ്രാർത്ഥന നമ്മെ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാക്കി മാറ്റും.
prayer makes us and gives us a grateful heart in the presence of God. പ്രാർത്ഥനയിൽ നാം നമ്മെ തന്നെ കാവൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നന്ദി പറയാൻ കഴിയും. If we do not travel in prayer, we cannot give thanks to God. Give thanks in all circumstances. The word of God says, give thanks in all circumstances. നന്ദിയുള്ള ഹൃദയം എന്ന് പറയുന്നത് വളരെ ശക്തമായ മനോഭാവമാണ്. അത് നമ്മെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും പല പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവത്തെ വളരെ മാറ്റിമറിക്കുന്നതാണ്. Gratitude is a powerful attitude that can transform our perspective and bring us closer to God. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും പ്രാർത്ഥനാശീലം ഇല്ലാത്ത ഒരു വ്യക്തിയും ഒരേ പ്രശ്നത്തെ നേരിടുന്ന രണ്ട് തരത്തിലായി. The person who prays and the person who doesn't pray faces the same problem in a different outlook. സാധാരണ കാര്യമാണ്, സ്വാഭാവികമായ കാര്യമാണ്. It's very natural. പ്രാർത്ഥനയിൽ നാം കാര്യങ്ങളെ നേരിടുന്നതും അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് തകർച്ച ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ ഒരേ സമയം ഒരേപോലെ നേരിടുമ്പോൾ നമ്മുടെ പ്രതികരണം വ്യത്യസ്തമാണ്. Our response towards the challenges is different when we are prayerful and when we are not. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ദൈവമല്ലേ വേഗത്തിൽ പരാജയപ്പെടുത്തുവാൻ തളർത്തി കളയുവാനോ പ്രതികൂലങ്ങൾക്കും ശത്രുവിനും കഴിയില്ല. If the circumstances and the enemy cannot destroy a child of God who is having a prayerful life. പ്രാർത്ഥന നമുക്ക് നടത്തുവാൻ പറ്റുന്ന ഫോക്കസ് ആണ്. Prayer will help us to focus on good things. പ്രാർത്ഥന നമ്മെ നന്മയിലേക്ക് നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് ഊന്നൽ നൽകുവാൻ, നല്ല കാര്യങ്ങളെ നോക്കുവാൻ, പ്രതികൂലങ്ങളെ മാത്രം നോക്കി നിലനിൽപ്പെടുകയല്ല, നന്മയിലേക്ക് നോക്കുവാൻ നമ്മെ ഗതി തിരിച്ചുവിടുന്ന നമ്മുടെ പ്രാർത്ഥന. Prayer life helps us to focus on the good things which God has provided even in the challenging situations. Give thanks in all circumstances. ദൈവത്തിന്റെ എല്ലാ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുകയും എല്ലാവരുടെ സ്തോത്രം ചെയ്യുകയും എന്ന് പറയുന്ന അർത്ഥം നമുക്ക് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യം വരുമ്പോഴും അതിന്റെ മധ്യത്തിൽ അതിന്റെ ഇടയിലൂടെ ഹല്ലേലൂയ ഒരു മുറുകുവട്ടം പോലെ നന്മയെ കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. Prayer life helps us to see the silver light in all the dark clouds, between all the dark clouds of challenges. That's what the prayer life does. പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഹല്ലേലൂയ ദൈവത്തെ നമുക്ക് മുൻനിർത്തി കാര്യങ്ങളെ നേരിടുവാൻ സഹായിക്കുന്ന ഒന്നാണ് നന്ദിയുള്ള ഹൃദയം. A grateful heart helps us to keep God even in the challenging situations and be grateful unto God. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നാം നന്ദിയുള്ള ഹൃദയത്തോടായിരിക്കണം. Our God's desire for us, as children of God, is that we should be always be grateful. കാരണം നമ്മുടെ ദൈവത്തിന്റെ പദ്ധതി നമ്മളോടുള്ള ബന്ധത്തിൽ നന്മയാണ്. വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ വഴികൾ അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാണ്. All the plans which God has for us is the plans for blessings, for our goodness. ലൂക്കോസ് സുവിശേഷം കാണുന്നത്, മത്തായി സുവിശേഷത്തിലൊക്കെ കാണുന്നുണ്ട്. മർക്കോസിൽ കാണുന്നത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ലഭിക്കും, അന്വേഷിക്കുകയും കണ്ടെത്തുന്നു, മുട്ടുന്നത് തുറക്കും എന്ന് എന്നോട് പറയും. We see in all the gospels like Luke 11:9-10, it says that, so I say unto you, ask and it shall be, it will be given unto you, seek and you will find, knock and the door will be open to you. റോമൻകാരുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സ്വന്തം ദൈവം നമുക്ക് പ്രതികൂലമെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായത്. In Romans, Apostle Paul says that if God for us, who can be against us? പറയാ, സ്വന്തം പുത്രനെ ആദരിയാൻ നമുക്ക് വേണ്ടി എല്ലാം തന്നവൻ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? And he says that he who did not spare his own son but gave him up for us all, how will he not also along with him graciously give all things to us? നമ്മളിത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ഇപ്പോൾ തന്നെ മറുപടി ദൈവത്തിന് ആഗ്രഹമാണ്. ദൈവത്തിന് ആഗ്രഹമില്ലായിട്ടല്ല. God also desires that for all the prayer points which we pray, now itself God wants to answer that. Even God can do that. There is nothing impossible for God. Everything is possible with God. Why God you are delaying this prayer of my prayer request? The plan of God is beyond our understanding. The timeline of God Our timeline and God's timeline is different. And the prayer is bringing these two timelines together.
വരുത്തുന്ന വലിയ മാറ്റം. When both these timelines come together according to the perfect will of God, that is what prayer does in our life. പ്രാർത്ഥനയും നന്ദിവർക്കും തമ്മിൽ ചേർത്ത് വായിക്കുന്ന വാക്കുകൾ പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൽ സന്തോഷ സ്തോത്രത്തോടെ അതിൽ ധ്യാനിക്കണം. The word in Colossians says, devote yourself to prayer, be watchful and thankful. അവിടെ പ്രാർത്ഥനയും നന്ദിയുള്ള ജീവിതവും പ്രാർത്ഥനയും സ്തോത്രവും ഒരുമിച്ച് പോകുന്നത്. വേറെ ഭാഗത്ത് സ്തോത്രത്തോടെ നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് വായിക്കും. So that is the word which connects between the prayer and gratitude. ഇത് നമുക്ക് വലിയ മർമ്മമായി നമ്മുടെ ജീവിതം മനസ്സിലാക്കാം. We should be able to understand this as a great mystery. നമ്മുടെ വിഷയത്തെ കർത്താവേ എനിക്ക് ഗതി വന്നത് കർത്താവേ രക്ഷിക്കണമെന്ന രീതിയിലുള്ള ആ ഒരു മനോഭാവം ചോറും മാറിയിരിക്കുക നമ്മുടെ പ്രാർത്ഥന. Our attitude and tone should not be like, God, you have put me in this situation. That should not be. ജാതികളുടെ ജൽപ്പനമാകും നമ്മുടെ പ്രാർത്ഥന. Our prayer should not be similar like the ആദിവാസികളല്ല നമ്മുടെ പ്രാർത്ഥന. Our prayer should not be a discussion. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രത്തോടെ ദൈവത്തോട് വിഷയങ്ങളെ സമർപ്പിക്കുന്നത്. Our prayer should be with praise. We should be giving unto submitting unto പരാതിയോടെ കംപ്ലൈന്റോടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു മനോഭാവമല്ല. ഈ സ്തോത്രത്തോടെ ദൈവം നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുക. We should be able to submit our points with praises. എന്തോ സ്തോത്രം ചെയ്യുന്നത്? What is praising? പ്രാർത്ഥനയുടെ വിഷയം അവതരിപ്പിക്കും മുമ്പ് തന്നെ ദൈവത്തിന്റെ നാമം നന്ദിയോടെ. Before even putting forth the point of prayer point, we are going to raise our God's name and glorify Him. നാം ഈ വിഷയം കൊടുക്കുന്നത് നമ്മേക്കാൾ ലെവലിൽ താഴ്ന്ന ദൈവത്തോടല്ല, നമ്മേക്കാൾ ഒത്തിരി ഉയർന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. We are not putting forth the points to God who is less than us, but He is a person who is above us. ആ ദൈവം നമുക്ക് ഒത്തിരി മുകളിലാണെന്ന് നമ്മോട് തന്നെ നമ്മുടെ ശരീരത്തോട് നമ്മുടെ ജഡത്തോട് നമ്മുടെ സഹോദരനോട് ഒക്കെ പറയുന്ന ഒന്നാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. So when we are going to praise God, that is what we are telling ourselves. Elevating God, oh God, elevating Him upward, above than our problems. നമ്മുടെ ദൈവത്തെ നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ ഒക്കെ മീതെ നാം ഉയർത്തിയിട്ട് അങ്ങനെ ഉയർത്തുന്ന ദൈവത്തോടാണ് നാം നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. When we are praising God, we are elevating God beyond our problem, beyond our physical situations unto God. ഈ പ്രശ്നത്തിന് നടുവിൽ നിന്നുകൊണ്ട് അല്ലേ In the midst of the challenges, വിശ്വമായി മുൻകൂട്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. we cannot be on our knees during the war time. പ്രാർത്ഥന മൊത്തം പാളയത്തില്ല. The prayers is happening in the tents. ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നില്ല. David did not pray in front of Goliath. He came to the war. ഹല്ലേലൂയ. യേശുമാരെ ശാസ്ത്രമാരെ പ്രതികൂലത്തിന്റെ ലോകത്തിന്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു അന്നേരമാണ് പ്രാർത്ഥിക്കുന്നത്. യേശു പലരും പ്രാർത്ഥിക്കുക ആ കൃപയാൽ മടങ്ങി വന്നവരെ അറിയാം എന്റെ ദൈവം ഉയർത്തുക ആ പ്രാർത്ഥനയിൽ When Jesus used to perform miracles amongst the Jews, He did not pray then and with the miracles. He went back. He was in the mountains. He was praying. Then He came back and performed the miracles. പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ മനോഭാവം ദൈവ മഹത്വത്തിന്റെ ദൈവത്തോടുള്ള ആരാധനയുടെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന മനോഭാവമാണ് പ്രാർത്ഥനയിലെ ഏറ്റവും വേണ്ടത്. The most important attitude in the prayer life, what we need is how we glorify God, how we praise God. അവിടെ പിന്നെ വിശ്വാസം തനിയെ പുറപ്പെട്ടു. Then the faith will flow automatically. ആ വിശ്വാസം പുറപ്പെടാൻ വിശ്വാസം കടയിൽ മാറ്റം വരുമോ മറ്റുള്ളവരുടെ വിശ്വാസം പകരപ്പെടുമോ? ശിശുപാല പ്രാർത്ഥന ഞങ്ങൾക്ക് അവിശ്വാസം ഭർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം തരണമേ, ഞങ്ങളുടെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആവശ്യം വരുന്നത്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അത് വിശ്വാസം ഉണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥയിലേക്ക് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നു. We don't have to buy the faith from outside, but when we pray and praise God in our prayer time, we have the flow of the faith automatically. എങ്ങനെയാണ് പ്രാർത്ഥനയാണ് നന്ദിയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥനയ്ക്ക് ഒരു മോഡുണ്ട്. നമ്മുടെ പറഞ്ഞിട്ടുള്ള ACTS, adoration, confession, thanksgiving and supplication. So there is different steps for our prayers. Prayer is ഒന്നാമതായി first is adoration. Acts എന്നൊരു വാക്ക് നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. Acts is the short form. Acts of Apostles എന്നുള്ള അതിന്റെ ആദ്യത്തെ Acts ഓർത്താൽ മതി. A for adoration. Adoration. C for confession. എന്ന് പറഞ്ഞാൽ adoration എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഉയർത്തുക, ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ആരാധനയാണ് adoration പറയുന്നത്. Adoration means we are praising God and elevating God and worshiping God. രണ്ടാമതായി confession. ഈ ആരാധന അർപ്പിച്ച ദൈവത്തെ ഉയർത്തിയിട്ട് നാം പറയുക ദൈവമേ എന്നിൽ കുറവുണ്ടെങ്കിൽ അത് നീ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ടുള്ളത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കൺഫെഷൻ നമ്മൾ നമ്മുടെ കുറവുകൾ ഏറ്റുപറയും.
After the invitation, we come towards God for our confession, to tell the true state of our Thanksgiving. Praise the Lord. T stands for Thanksgiving. ദൈവത്തിന് നന്ദി പറയാം. എന്താ നന്ദി പറയുന്നേ? Praise the Lord. കഴിഞ്ഞ കാലത്ത് പ്രാർത്ഥിച്ചതിന്റെ മറുപടി ഒരു വലിയ ഭൂഭാരമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അടുത്ത വഴി മറുപടിയാണെന്ന് എനിക്കറിയാം. നന്ദി പറഞ്ഞു കൊടുക്കുക. Praise the Lord. But once we have the confession, we do thanksgiving that God has for all the things which God has answered for us. പിന്നെ അവസാന സമയം ഉണ്ടെങ്കിൽ supplication. Then we go forth with the supplication. നമ്മളെ വന്നതിനെ എസ്സെന്നാ. We start from yes. സപ്ലിക്കേഷൻ കഴിഞ്ഞ സമയമുണ്ട് സ്വപ്നം ചെയ്യും, സമയമുണ്ട് ഏറ്റു പറയും, സമയമുണ്ടെങ്കിൽ നമ്മൾ നന്ദി പറയും. അങ്ങനെയല്ല ദൈവത്തെ ആരാധിക്കുക, അങ്ങനെയല്ല. സ്വതം നിങ്ങളുടെ വിഷയങ്ങളെ പറഞ്ഞില്ലെങ്കിലും ഈ ആദ്യത്തെ 3 കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ ഉയർത്തി ഹല്ലേലൂയ. ദൈവത്തെ സന്ദേശിക്കണം, വിഷയങ്ങളെ ഏറ്റുപറഞ്ഞ് റോൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ അവിടെ തന്നെ വിടുതലിന്റെ അടിസ്ഥാനത്തിൽ. So we will see the deliverance when we start going on the reverse path. If we give importance to AC and T instead of yes, God, we will be able to see miracles of God. We see the lives of Israelites. They were not grateful. They did not have the heart of gratitude. God delivered them from Egypt. Even before the Red Sea, God delivered them. They were delivered with manna every day. Praise the Lord. God blessed them with quail. God delivered them from the enemies. They saw Pharaoh and the enemies drowning in the Red Sea. So Miriam sang in the presence of God and worshipped God. When we reached Mara, the experience of Mara doesn't happen every day, it is once in a while. When we experience that seasonal Mara, suddenly we have complaints and കയ്പ് വന്നപ്പോൾ കയ്പിന്റെ പരിഹാരം ഇല്ലെന്നല്ല, പക്ഷേ ആ കയ്പിക്കലിൽ മാറയിൽ ആ ബിറ്റർനെസ്, ആ കയ്പിന്റെ അവസ്ഥയിൽ അവർ ദൈവത്തോട് മോശയോടും ഒക്കെ പറയാം. What made God so upset is that even that season Mara made these people grumble against Moses. Praise the Lord. And they are asking, what are we going to drink? What are children will And in Mara they got, God is saying that they tested me in Mara. We should remember that every time we murmur against God and we are ungrateful towards God, we are standing against God. We should not have even one moment of ungrateful attitude in our life. Every step should be with praises. Every step should be glorifying God. The happiness or joy which we have in our heart is because of the grateful heart. Our God desires us that we should be able to rejoice always and pray continually and give thanks in all such circumstances. We always pray that nothing should happen against the will of God. Many times we pray that God, I don't want to take any step against your will.
തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഉറവാകരുത്. ഇത് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ആഗ്രഹമാണ്. These are all our desires that we should not go according to the world, and the decision we should not take according to the worldly decisions. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം ഇതാ. എന്താണ് ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാവരും സ്തോത്രം ചെയ്യുകയും എപ്പോഴും സന്തോഷിക്കുകയും ക്രിസ്തുവേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം. Rejoice always, pray continually, give thanks in all circumstances, for this is God's will for you in Jesus Christ. Let us pray today, Lord, I thank you for your sacrifice in Calvary. കാൽവറിയിലെ ക്രൂശിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എല്ലാം പരാതിയും മാറി. Well, when I meditate upon the cross of the Calvary, all my complaints goes away. Praise the Lord. Praise the Lord. എല്ലാവരുമായ കയ്പും മാറുക. All my bitterness goes away. എല്ലാവരുമായ കൺഫ്യൂഷൻ മാറുക. All the confusion goes away. അവിടെ സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ കർത്താവ് I am not a God who said that everything is. എല്ലാം നേരെയാക്കി ഇടമാണ് കാൽവറി. ഹല്ലേലൂയ. That's the place. Calvary is the place where my Savior has straightened up all my. എന്റെ വിടുതലിന്റെ അടിസ്ഥാനം അവിടെ. ഹല്ലേലൂയ. My deliverance, the root of the deliverance and the foundation of the deliverance is from cross. 24 മണിക്കൂർ ഞാൻ അധ്വാനിക്കുന്ന സമയം ചെലവഴിക്കുന്ന ഫലമല്ല എന്റെ വിടുതലിന്റെ ഉറവിടം. എന്റെ വിടുതലിന്റെ ഉറവിടം കാൽവറിയാ. കാൽവറിയിലെ യാഗമായ ഉറവിടം. The root of the deliverance is not that 24 hours I'm working, but it is Calvary. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയം കൊണ്ടുവന്ന് You must really have a grateful heart. നമ്മുടെ സന്തോഷം എവിടുന്നാ വരുന്നത്? Where does our joy come from? What is the real source of happiness? നമ്മുടെ സന്തോഷത്തിന്റെ യഥാർത്ഥ സ്രോതസ്സ് എവിടെയാണ്? What is the real source of our happiness? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം അർപ്പിച്ച് ആരാധന അർപ്പിക്കുന്ന ജീവിതമാണ് നമ്മുടേത്. Our life is a life of joyful prayer which we offer to God. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ജീവിതമാണ് നാം നയിക്കുന്നത്. Our life should be led with the glory by which we glorify God. ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം ദൈവത്തിന്റെ ഹിതം നമ്മിൽ ഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ നാം ഇപ്രകാരം ഒരു പോളിസി, ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ നാം അവലംബിച്ചേ മതിയാകൂ. എപ്പോഴും സന്തോഷിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാം സ്തോത്രം. For God's will in Jesus Christ to be fulfilled in our life, we should have this policy: rejoice always, pray continually, and give thanks. Let us pray. ഒരു ദിവസത്തിലേക്ക് വചനങ്ങൾ മാത്രമേ സമർപ്പിക്കൂ. Let us submit ourselves. Let us praise God. Let us praise God. Let us give praises against all the challenges. Let's thank God for our life. Let's praise God for our meeting. Let's praise God for our health. Let's praise God for all the peace. God help us to come to the presence of God. Let's praise God. Give victory over all the challenges which we are going to face. Praise God for God who has given us victory in Calvary. Through Jesus Christ, God has given us victory. Let us praise God. Let us pray. Amen.
കുഞ്ഞുങ്ങളെ അപ്പാതകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കർത്താവെ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലെ ദൈവവചനം അവരിൽ കൂടെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അതായത് അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണം. തലമുറയെ അവിടുത്തെ തലമുറ കരങ്ങളിൽ താങ്ങുവാനാകണമേ. ഈ വെക്കേഷൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയുടെ എല്ലാ കൂട്ടായ്മകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചക്കാലത്തെ എല്ലാ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ. വരുന്നതിൽ നടക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ. ഞാൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. വീര്യത്തിനെ അനുഗ്രഹിക്കണമേ. തലമുറയ്ക്ക് ദൈവവചനം ഗ്രഹിക്കുവാൻ അത് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അതിയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമീപസ്ഥയായ പർവ്വതത്തിനോട് പ്രാർത്ഥിക്കുന്നു. ദേവദാസി ആരുടെ വെല്ലുവിളി അനുഗ്രഹിക്കണമേ. ഒരുമിച്ച് കർത്താവെ നടത്തുന്നതായ ആ പ്രോഗ്രാമിനെ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അതിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ എപ്പോഴും സന്തോഷിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ സ്വർഗീയ പിതാവേ ഞങ്ങളെ ബലപ്പെടുത്തുവാനാകണമേ. ആ വലിയ വിടുതൽ ഞങ്ങൾക്ക് തന്നതിനായി ലോകന്തരാത്ത സന്തോഷം, ലോകന്തരാത്ത സമാധാനം സ്വർഗീയ പിതാവേ നിങ്ങൾക്കായി അങ്ങയുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ലഭിച്ചതായി നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കാതെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുവാൻ ഇടയാക്കാതെ ദൈവിക സന്തോഷം പ്രാപിച്ചു മുന്നേറുവാൻ ഇടയാക്കണമേ. ഈ ലോകം നിങ്ങൾക്ക് സമാധാനം തരുന്ന ലോകമല്ല. ഈ ലോകം തരുന്ന സന്തോഷം താൽക്കാലികമാണ്. ദൈവിക സമാധാനം സന്തോഷം നിത്യമാകിയാല് നിത്യവരെയും ഞങ്ങളെ നടത്തുവാൻ കഴിയുള്ള ദൈവസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആഴ്ചക്കാലം എല്ലാ ആവശ്യങ്ങളിലും കൃപ കാക്കണം. വലിയ വഴികളിൽ സഹായിക്കണം. സ്തോത്രം ചെയ്യുന്നു. ഒരത്ഭുത വഴി തുറക്കണമേ കർത്താവേ. ഒരാഴ്ച പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം നീട്ടണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. നിങ്ങൾക്കായി കരുതുന്ന ദൈവത്തിന്റെ മഹാദൈവ്യായ സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഈ അവരുടെ കൂടെ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയാൽ കർത്താവ് കേട്ടനായി സ്തോത്രം. കേരളത്തിനെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ നാമത്തെ പ്രാർത്ഥന വിഷയങ്ങളുടെ ദിവസമെല്ലാം ഭവനങ്ങളും ോടെ